ശാന്തി. പ്രിയപ്പെട്ട ബാബയുടെ അന്തിമ ദിവസത്തെ വിട പറയുന്ന രംഗത്തിന് നമ്മളെ സാക്ഷിയാക്കുകയാണ് ജഗദീഷ് ഭായ്. ബാബ വൈകുന്നേരം രാത്രി ക്ലാസ്സിൽ പോയിട്ട് ക്ലാസ് എടുക്കുകയും അതിൽ നൽകിയ മുഖ്യ ശിക്ഷണങ്ങൾ നമ്മൾ ഇന്നലെ കേട്ടു. ഓർമ്മയുണ്ടോ? ആര് നിന്ദ ചെയ്യുന്നു അവരെ വെറുക്കരുത്. ആര് കുറവുകൾ ചൂണ്ടിക്കാണിക്കുന്നു അവരാണ് മക്കളുടെ യഥാർത്ഥ മിത്രം അല്ലേ? പരചിന്തനം പതനത്തിൻ്റെ പടവുകളാണ്. സ്വചിന്തനം നമ്മളെ ഉന്നതിയിലേക്ക് നയിക്കുന്ന വിത്തുകളാണ്. ഇപ്രകാരമുള്ള മധുര ശിക്ഷണങ്ങൾ ബാബ രാത്രിയിലെ ക്ലാസ്സിൽ നൽകി. അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. അതായത് സാകാര ബ്രഹ്മാവിലൂടെ, ബ്രഹ്മമുഖ കമലത്തിലൂടെ ശിവബാബ ഈ കൽപ്പത്തിൽ ഉച്ചരിച്ച അന്തിമ വാക്കുകളായിരുന്നു നമ്മൾ കേട്ടത്. പക്ഷേ കുട്ടികൾ ഒരിക്കലും ആരും വിചാരിച്ചില്ല സാകാര രൂപത്തിൽ ഇത് അന്തിമ മഹാവാക്യങ്ങളാണെന്ന്. അതായത് അവസാന നിമിഷം വരെ ബ്രഹ്മബാബ ആർക്കും ആ ഫീലിംഗ് ഉണ്ടാക്കിയില്ല. ഈ സമയം വിശ്വ ഇതിഹാസത്തിൽ അത്യന്തം മഹത്വപൂർണമായ സംഭവ ബഹുലമായ നിമിഷങ്ങളാണ് കടന്നു വരാൻ പോകുന്നത് എന്ന് കുട്ടികൾക്ക് ആർക്കും ഒരു ഫീലിംഗ് ബാബ ഉണ്ടാക്കി കൊടുത്തില്ല. അതിനുശേഷം എന്താ സംഭവിച്ചത്? ക്ലാസ് കഴിഞ്ഞു. ഏകദേശം 8:45 ആയിട്ടുണ്ടാവും. ബാബ ക്ലാസ്സിന് ശേഷം നേരെ ബാബയുടെ മുറിയിലേക്ക് പോയി. ബാബയുടെ മുറി പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പാണ്ഡവഭവനിൽ പോകുമ്പോൾ കാണുന്ന ബാബ റൂം. ആ മുറിയിൽ ബാബയുടെ ചിത്രം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു സൈഡിൽ ബാബയുടെ കിടക്ക വിരിച്ചിട്ടുണ്ട് അല്ലേ, കട്ടിലുണ്ട്. ആ മുറിയാണ് ബാബ ഉപയോഗിച്ചിരുന്നത്. ആ മുറിയിലേക്ക് ബാബ പോയി. ബാബ റൂമിലേക്ക് പോയപ്പോൾ പ്രകാശ്മണി ദാദിജിയും സന്ദേശി ദാദി, വിശ്വരത്തൻ ദാദ കൂടെ തന്നെ ഉണ്ടായിരുന്നു ബാബയുടെ. ബാബയുടെ കിടക്കയിൽ വന്നിരുന്നു. ഇരുന്നുകൊണ്ട് ബാബ ദീർഘശ്വാസം എടുത്തു. ആ ദീർഘശ്വാസം എടുക്കുമ്പോൾ ബാബയുടെ കൈ ഇങ്ങനെ നെഞ്ചിൽ വെച്ചു. അപ്പോൾ അവർക്ക് മനസ്സിലായി ബാബയ്ക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ട് എന്ന്. ഒരു കൈ ബാബയുടെ നെഞ്ചിലും വെച്ചു, മറ്റേ കൈ പ്രകാശ്മണി ദാദിജിയുടെ കയ്യിൽ കൊടുത്തു. ദാദിക്ക് ദൃഷ്ടി കൊടുത്തു. ഒരു കൈ ബാബയുടെ നെഞ്ചിൽ, മറ്റേ കൈ പ്രകാശ്മണി ദാദിജിയുടെ കയ്യിൽ. എന്നിട്ട് ബാബയുടെ ദൃഷ്ടി ദാദിയിലായിരുന്നു. അപ്പോൾ സന്ദേശി ദാദി ബാബയോട് ചോദിച്ചു, ബാബാ ക്യാ ഹോ രഹാ ഹൈ? ബാബയ്ക്ക് എന്താ ബുദ്ധിമുട്ട്? ദാദി ചോദിച്ചുകൊണ്ടിരുന്നു. അതിനിടയിൽ തന്നെ ബാബയുടെ ശരീരം, ആത്മാവ് ശരീരത്തിൽ നിന്ന് പോയി. ബാബയുടെ ശരീരം പതുക്കെ തണുക്കാൻ തുടങ്ങി, താഴേക്ക് മറിയാൻ തുടങ്ങി. ഉടൻ തന്നെ സന്ദേശി ദാദിയും വിശ്വരത്തൻ ദാദിയും കൂടി ബാബയുടെ ശരീരത്തെ താങ്ങി ബാബയെ കിടത്തി. അപ്പോഴേക്ക് ഡോക്ടർ എത്തി. ബാബയ്ക്ക് ഓക്സിജൻ കൊടുക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു. പക്ഷേ അതിനു മുൻപേ തന്നെ ബാബ ആ ശരീരത്തിൽ നിന്ന് ഇറങ്ങിയിരുന്നു.
ബ്രഹ്മബാബ ആരെയാണോ നമ്മൾ ശിവബാബ എന്ന് വിളിക്കണേ, ആ ഭഗവാൻ മാതാപിതാ സ്വാമി സഖ സർവസ്വമായ ശിവബാബയുടെ പ്രിയപുത്രൻ ബ്രഹ്മബാബ, ശ്വാസശ്വാസങ്ങളിലെ ബാബ ഓർമ്മിച്ചിരുന്ന ശിവബാബ ബ്രഹ്മബാബയെ തൻ്റെ അരികിലേക്ക് വിളിച്ചു. കാരണം ശിവബാബയ്ക്കും ബ്രഹ്മബാബയ്ക്കും അത്രയധികം പരസ്പര സ്നേഹമായിരുന്നു. ഒരാൾക്കൊരാളില്ലാതെ നിലനിൽക്കാൻ പറ്റാത്തത്ര സ്നേഹമായിരുന്നു. और अब वो शायद वो क्षणिक बिछोह भी ബ്രഹ്മബാബ के लिए असहनीय हो गया था. ഒരു നിമിഷം പോലും ബ്രഹ്മബാബയ്ക്ക് ശിവബാബയുടെ ഓർമ്മയില്ലാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ദീർഘശ്വാസം ബാബ എടുത്തതും ഹൃദയേശ്വരനായ ശിവബാബയെ ഹൃദയം നിറയെ ഓർമ്മിച്ചുകൊണ്ടായിരിക്കണം. और अब ശിവബാബ और ബ്രഹ്മബാബ, അങ്ങനെ ശിവബാബയും ബ്രഹ്മബാബയും രണ്ടുപേരും ഒന്നായി ചേർന്നു ബാബ് ദാദയായി, ഒരേ ധാമത്തിലെ നിവാസികളായി. ശിവബാബ അവിടെയും ബ്രഹ്മബാബ ഇവിടെയായിരുന്നു. ശരീരം വിട്ടതോടുകൂടി എന്തായി? ബ്രഹ്മബാബ സൂക്ഷ്മ ശരീരധാരിയായി. ശിവബാബ സൂക്ഷ്മ ശരീരത്തിൽ പ്രവേശിക്കുകയും രണ്ടുപേരും ചേർന്ന് സൂക്ഷ്മവതനവാസികളായി തീരുകയും ചെയ്തു. परंतु यहाँ जो ब्रह्मावल्स अपने नेत्रों के सामने, പക്ഷേ ഈ സംഭവത്തിനെല്ലാം സാക്ഷ്യം വഹിച്ച ബാവയുടെ മക്കൾ ഡ്രാമയിലെ ഈ വിചിത്രമായ രംഗം കണ്ടിട്ട് അത് ഉൾക്കൊള്ളാൻ കഴിയാതെ, എന്താ സംഭവിച്ചുകൊണ്ടിരിക്കണമെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ എല്ലാവരും അത്ഭുതപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ്. നമ്മുടെ ബാബയ്ക്ക് എന്താ സംഭവിച്ചത്? ആർക്കും മനസ്സിലാക്കാനേ കഴിഞ്ഞില്ല. പെട്ടെന്ന് ബാബ അങ്ങ് പോവുകയായിരുന്നല്ലോ. അസുഖമായി കിടക്കുകയോ ഒന്നും നടന്നിട്ടില്ലല്ലോ. പെട്ടെന്ന് ക്ലാസ് കഴിഞ്ഞു വന്നു, ബാബ പോയി. ഡ്രാമയിലെ ഈ അത്ഭുതകരമായ അപ്രതീക്ഷിത നിമിഷങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാതെ കുട്ടികളെല്ലാവരും അത്ഭുതസ്തബ്ധരായി നിൽക്കുകയാണ്. വിശ്വനാടകത്തിൻ്റെ ജ്ഞാനമുള്ളതുകൊണ്ട് ആർക്കും എന്തുകൊണ്ടെന്ന് ചോദിക്കാനും കഴിയണില്ല. എന്താണെന്ന് ചെയ്യേണ്ടതെന്ന് പോലും അറിയാത്ത അവസ്ഥയായി. അല്ലെങ്കിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ആത്മാക്കളുടെ എല്ലാം സർജൻ ശിവബാബ, ശിവബാബയുടെ തന്നെ രഥം. ശിവബാബയ്ക്ക് ചെയ്യാൻ പറ്റാത്തത് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുമോ? ശരീരത്തിൻ്റെ ഡോക്ടർ വന്നു നോക്കി, ആളും പറഞ്ഞു ബാബ പോയി കഴിഞ്ഞു. പറയാറുണ്ടല്ലോ, എന്താണോ സംഭവിക്കേണ്ടത് അത് തന്നെയാണ് സംഭവിച്ചത്. ബ്രഹ്മബാബ ശിവബാബയുടെ രഥമായിരുന്നു. ശിവബാബ സവാരി ചെയ്യുന്ന വാഹനവുമായിരുന്നു. രഥവുമാണ്, വാഹനവുമാണ് ശിവബാബയുടെ. വിചിത്ര ഘടി, ആ വിചിത്രമായ നിമിഷങ്ങൾ. डॉक्टर पहुंच चुका था और शरीर के विशेष स्थलों की जांच करने के बाद ഡോക്ടർ എത്തി. വിശേഷ പരിശോധനയെല്ലാം ചെയ്തു. നിറകണ്ണുകളോടെ എല്ലാവരെയും നോക്കി. എല്ലാവരും ഡോക്ടറെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. കുറച്ച് സമയത്തേക്ക് ഡോക്ടർക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല.
അത്ര നിശബ്ദമായ നിഷ്ക്രിയമായ അന്തരീക്ഷം. എല്ലാവരും ശിലകളിൽ വാർത്തെടുത്ത മൂർത്തികളെ പോലെ നിൽക്കുകയാണ്. ഓരോരുത്തരുടെയും ഹൃദയമെടുപ്പ് വർദ്ധിക്കാൻ തുടങ്ങി. മുഖത്ത് ഉദാസീനതയും ഇല്ല, സന്തോഷവുമില്ല. ആശ്ചര്യം എന്ന് പറയാൻ പറ്റുമോ? ജിജ്ഞാസ എന്ന് പറയാൻ കഴിയുമോ? ചോദ്യങ്ങൾ എന്ന് പറയാൻ കഴിയുമോ? എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. दूसरी ही क्षण जब बाबा के वचन याद आते, ആ നിമിഷം എല്ലാവർക്കും ബാബയുടെ വാക്കുകൾ തന്നെ ഓർമ്മ വന്നു. ബനി ബനായി ബൻ രഹി, അബ് കുച്ച് ബന്നി നഹി ഹേ. ഈ ഡ്രാമ ഉണ്ടായതാണ്, ഉണ്ടാക്കപ്പെട്ടതാണ്, ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പുതിയതായിട്ടൊന്നും ഇതിൽ നടക്കുന്നില്ല. പിന്നെന്തിന് ചിന്തിക്കണം? സംഭവിക്കാൻ പാടില്ലാത്തതൊന്നും ഈ ഡ്രാമയിൽ സംഭവിക്കില്ല. സംഭവിച്ചു കഴിഞ്ഞതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സംഭവിക്കേണ്ടതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബാബയുടെ ഈ മധുര മഹാവാക്യങ്ങളെല്ലാം ഓരോരുത്തർക്കും ഓർമ്മ വരാൻ തുടങ്ങി. എങ്കിലും എല്ലാവരുടെയും മുഖം, കണ്ണുകൾ ശിവ ബാബയുടെ അടുത്തേക്ക് പോയി. मन में इस विचार का टेप चल पड़ता कि क्या सचमुच शिव बाबा ने हमारे प्रिय बाबा को अपने पास बुला लिया होगा. മനസ്സിൽ എല്ലാവർക്കും മന്ത്രിക്കുന്നുണ്ടായിരുന്നു, പ്രിയപ്പെട്ട ബാബയെ ശിവ ബാബ തിരിച്ചു വിളിച്ചോ? പ്രത്യുത്തരം ഇതായിരുന്നു, അങ്ങനെ സംഭവിക്കാൻ വഴിയില്ല. നമുക്കിനിയും ബാബയുടെ സ്നേഹം അനുഭവിക്കാനുണ്ട്. വളരെയധികം ഖജനാവ് ബാബയിലൂടെ കിട്ടാനുണ്ട്. പക്ഷെ സങ്കല്പം വരുന്നുണ്ടായിരുന്നു ഓരോരുത്തരുടെ ഉള്ളിൽ, ഭഗവാന്റെ ഗതിയും വിധിയും വേറിട്ടതാണ്. അത് ശിവ ബാബയ്ക്കേ അറിയുള്ളൂ. ബ്രഹ്മബാബയുടെ മാലാഖ സ്ഥിതി, അവ്യക്ത സ്ഥിതി, ഈ കഴിഞ്ഞൊരു വർഷം കൊണ്ട് ബ്രഹ്മവത്സരെല്ലാം, യജ്ഞനിവാസികളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ബാബയുടേത് അന്തർമുഖതയുടെ പരകാഷ്ഠയിൽ ബാബ എത്തിയിരുന്നു. ദേഹാതീത അവസ്ഥ, ബാബയുടെ വാക്കുകൾ, ചലനങ്ങൾ, ദിനചര്യ എല്ലാം കുറച്ച് നാൾ കൊണ്ട് മാറിയിരുന്നു. അതായത് ഫീൽ ചെയ്തിരുന്നു എല്ലാവർക്കും, ബാബ ഈ ശരീരത്തിലിരുന്നുള്ള തൻ്റെ എല്ലാ കർത്തവ്യങ്ങളെയും ബാബ വൈൻഡപ്പ് ചെയ്യുന്നത് പോലെ, കർമ്മക്ഷേത്രത്തിൽ നിന്ന് പൂർണ്ണമായും ബാബ വൈൻഡപ്പ് ചെയ്യണമെന്ന് എല്ലാവർക്കും തോന്നി. अब वे सभी को यथाസ്ഥാൻ और യഥായോഗ്യ എല്ലാ കാര്യങ്ങളെയും മക്കളെ ഏൽപ്പിച്ച് ബാബ അവരവരുടെ യോഗ്യതയ്ക്കനുസരിച്ച് ഓരോ കാര്യങ്ങളും കുട്ടികൾക്ക് സമ്പൂർണ്ണമായി സമർപ്പിച്ച് കഴിഞ്ഞിരുന്നു. എന്നിട്ട് ബാബ എല്ലാറ്റിൽ നിന്നും വേറിട്ട് കഴിഞ്ഞിരുന്നു. പ്രകാശ് മണി ദാദിജി ആ സമയത്ത് തൻ്റെ അനുഭവം പറയാണ്. കാരണം ബാബ നേരത്തെ കേട്ടുമല്ലോ, ഒരു കൈ നെഞ്ചിൽ വെച്ച് ബാബ ഒരു കൈ ദാദിയുടെ കയ്യിൽ കൊടുത്ത് ദൃഷ്ടിയിൽ ദൃഷ്ടി കൊടുത്തുകൊണ്ടാണല്ലോ ബാബ വ്യക്തമായത്. ഈ വിഷയത്തിൽ പ്രകാശ് മണി ദാദിജി വാത്സല്യത്തോടെ ബ്രഹ്മബാബ കുമാരക എന്നാണ് വിളിച്ചിരുന്നത്. യജ്ഞത്തിലെല്ലാ കുട്ടികളും ദാദിജി എന്ന സ്നേഹത്തോടെ വിളിക്കുന്നു. ഞാൻ ഡിസംബറിൽ 1968 ഡിസംബർ മാസം ബോംബെയിൽ നിന്ന് കുറച്ച് സഹോദരന്മാരെയും കൊണ്ട് മധുബനത്തിൽ വന്നതായിരുന്നു. ആ സമയത്ത് ദീദി ഡൽഹി സൈഡിലേക്കെല്ലാം
സെൻറ്ററുകളിലേക്ക് വിസിറ്റിങ്ങിന് വേണ്ടി പോയിരിക്കുകയായിരുന്നു. അതിനാൽ ബ്രഹ്മബാബയുടെ ആജ്ഞയനുസരിച്ച് ഞാൻ മധുബനിൽ തന്നെ നിന്നു. കുറച്ച് ദിവസം ബാബയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ബാബ എന്നെ ആ കുറച്ച് ദിവസത്തിനുള്ളിൽ വളരെയധികം കാര്യങ്ങൾ പഠിപ്പിച്ചു. അതായത് ഉദാഹരണത്തിന്, ഏത് കുട്ടികൾ ബാബയും മിലനത്തിന് വരുമ്പോഴും ബാബ എങ്ങനെ കുറച്ച് വാക്കുകൾ കൊണ്ട് അവരുടെ വലിയ സമസ്യകൾക്ക് പരിഹാരം കാണിച്ചു കൊടുക്കുന്നു. അവരുടെ ഭാരമുള്ള മനസ്സിനെ ബാബ ലൈറ്റാക്കുന്നു. ബ്രഹ്മബാബയിലൂടെ ബാബ എന്നെ കൂടെ ഇരുത്തി ഓരോന്നും പഠിപ്പിച്ചു തന്നു. ബാബയിൽ നിന്നങ്ങനെ ഞാൻ ഓരോ കലകളും പഠിച്ചു. ബാബയോടൊപ്പം അതിസമീപത്തിരുന്ന് ബാബ യജ്ഞകാര്യങ്ങൾ ചെയ്തുകൊണ്ടും എങ്ങനെയാണ് സദാ ഉപരാമസ്ഥിതിയിലിരിക്കുന്നതെന്ന് പഠിച്ചു. അതായത് എനിക്ക് എപ്പോഴും തോന്നുമായിരുന്നു, ശിവ് ബാബ എപ്പോഴും ബ്രഹ്മബാബയിലുണ്ട്. അങ്ങനെ ബ്രഹ്മബാബ ശിവബാബയെ ഓർമ്മ കൊണ്ട് കൂടെ വച്ചിരുന്നു. अब मैं समझती हूँ कि ऐसा इसलिए महसूस होता था. എന്തുകൊണ്ടെന്നാൽ എനിക്കിപ്പം മനസ്സിലായി, വാസ്തവമേ സാകാർ ബാബ ഹി, അതായത് എനിക്ക് തോന്നിയത് ബ്രഹ്മബാബ, സാകാര ബാബ എപ്പോഴേ അവ്യക്തമായിട്ടുണ്ട് എന്ന്. എത്രയോ നാളുകളായി രണ്ടുപേരും കൂടിയാണ് അവ്യക്ത രൂപത്തിലാണ്. വേ സമ്പൂർൺ ഫരിസ്ത ബൻ ചുക്കേ ഥേ. ദാദി പറയണേ, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകണേ ബാബ എന്നേ മാലാഖ സ്വരൂപത്തിലായി കഴിഞ്ഞിരുന്നു. ഞാൻ പഠിക്കാൻ ശ്രമിക്കുകയായിരുന്നു. കി കാര്യ കർത്തേ ഹുയേ ഭി, ബാബയോടൊപ്പം ഇരുന്നിട്ട് ഞാനും പാഠം പഠിച്ചു. കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടും എങ്ങനെ ഉപരാമസ്ഥിതിയിലിരിക്കണം, വേറിട്ട അവസ്ഥയിൽ. ഇത് ഞാൻ ബാബയുടെ അടുത്തുനിന്ന് പഠിച്ചുകൊണ്ടിരുന്നു. ബാബാനെ മുझे एक हफ्ते में ही बहुत कुछ सिखा दिया. ഒറ്റ ആഴ്ച കൊണ്ട് തന്നെ ബാബ എന്നെ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു. എങ്ങനെ ബാബയെ കാണാൻ മധുബനിൽ വരുന്ന കുട്ടികൾക്ക് ബാബയുടെ ഫീലിങ്സ് ഉണ്ടാക്കി കൊടുക്കണം, യജ്ഞത്തെ എങ്ങനെ സമ്പൂർണമായും സംരക്ഷിക്കണം, ഓരോ ആത്മാവിൻ്റെ സ്ഥിതിയിൽ എങ്ങനെ ശ്രദ്ധ വയ്ക്കണം, യജ്ഞത്തിൽ എല്ലാവരെയും എങ്ങനെ സന്തുഷ്ടമാക്കണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളെ പ്രതിയും ബാബ എൻ്റെ ശ്രദ്ധയെ ക്ഷണിച്ചു കൊണ്ടുപോയി. ബാബയോടൊപ്പം ഇരുന്ന് ബാബയുടെ ജീവിതത്തിലെ ഉദാരത, റോയലായിട്ടുള്ള ബാബയുടെ രാജകീയമായ ശാലീനത, അത് ഞാൻ കണ്ടുപഠിച്ചു. ബാബ എല്ലാ കാര്യവ്യവഹാരങ്ങളും ചെയ്തുകൊണ്ട് ഉപരാമമായിരിക്കാനുള്ള കല എന്നെ പഠിപ്പിച്ചു. ബാബ ആ കുറച്ച് ദിവസത്തിനുള്ളിൽ എന്നെ പഠിപ്പിക്കാത്തത് എന്താ? പഠിപ്പിച്ചു എന്ന് ഞാൻ പറയില്ല, വരദാനങ്ങളാൽ എന്നെ അലങ്കരിച്ചു എന്ന് പറയാം. അങ്ങനെ ബാബാക്ക് വിവിധ ചരിത്ര, ബാബയുടെ ആ ചരിത്രം എൻ്റെ കണ്ണുകളിൽ അലിഞ്ഞു ചേർന്നു. ബാബ എന്നെ എന്തെല്ലാം പഠിപ്പിച്ചോ അതെല്ലാം എൻ്റെ ജീവിതത്തിലായി. एक दिन बाबा ने मुझे कहा कि कुमारेगा, अगर बाबा एक तरफ बैठ जाए तो तुम यज्ञ को संभाल कर सकते हो. എന്നിട്ട് ദാദി പറയണ, ഒരു ദിവസം ബാബ എന്നോട് ചോദിച്ചു, കുമാരക, ഒരു ദിവസം ബാബ സൈഡിൽ ഇരുന്നിട്ട് കുട്ടിയോട് പറയാണ്, ഈ യജ്ഞത്തെ നടത്തിക്കൊണ്ട് പോകൂ.
എങ്കിൽ കുട്ടി യജ്ഞത്തെ നടത്തിക്കൊണ്ട് പോകുമോ എന്നെന്നോട് ചോദിച്ചു. मैंने बड़ी भक्कर से उत्तर दिया. ഞാൻ ഭയങ്കര ലഹരിയോടെ ബാബയ്ക്ക് മറുപടി കൊടുത്തു. എന്തു പറഞ്ഞു ബാബയോട്? ഹാ ബാബ, ക്യോം നെഹി, തീർച്ചയായും ബാബ, എന്തുകൊണ്ട് പറ്റില്ല? ബാബയുടെ കുട്ടിയല്ലേ. मैं तो बाबा की हम पर हुई मेहनत का फल बताना चाह रही थी. കാരണം ബാബ അത്രയധികം എഫർട്ട് എടുത്തല്ലേ ഞങ്ങളെ വളർത്തിയത്, പാലിച്ചത്. അപ്പോൾ ബാബ ചോദ്യം ചോദിച്ചപ്പോൾ എൻ്റെ ലക്ഷ്യം ഇതായിരുന്നു, ബാബ ഇത്രയും കാലം ഞങ്ങളുടെ മേലെ പരിശ്രമിച്ചതിന് എനിക്ക് ബാബയ്ക്ക് റിട്ടേൺ കൊടുക്കണം. ആ ലഹരിയോടെ ഞാൻ ബാബയോട് പറഞ്ഞേ, ഹാ ബാബ, ഞാൻ നടത്തിക്കൊണ്ട് പോവാം. മുझे क्या पता. പക്ഷേ ബാബ എന്നോടൊപ്പം അങ്ങനെ ചോദിക്കുമ്പോൾ എനിക്കറിയുമായിരുന്നില്ലല്ലോ. ബാബ ജൽദി ഹി ആനെ വാലെ സമയ കെ ലിയെ, കടന്നു വരാൻ പോകുന്ന ഡ്രാമയുടെ സമയം മുൻകൂട്ടി കണ്ടിട്ട് സൂക്ഷ്മത്തിൽ, ഗുപ്ത രൂപത്തിൽ എനിക്ക് വാണിംഗ് തരികയായിരുന്നു, എന്നെ തയ്യാറാക്കുകയാണ്. ബാബ ശരിക്കും എന്നെ ഏൽപ്പിച്ചിട്ട് പോവുകയാണ്. അതിനായിരുന്നു ഈ ചോദ്യമെന്ന് എനിക്ക് ആ ചോദ്യം കേട്ടപ്പോഴോ ഞാനതിൻ്റെ മറുപടി പറയുമ്പോഴോ അതിൻ്റെ പിന്നിൽ ഇത്രയും ഗംഭീരതയുള്ളൊരു ചോദ്യമായിരുന്നു എന്ന് എനിക്കപ്പം മനസ്സിലായിരുന്നില്ല. ഇത് സത്യമാകും എന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. പ്രിയപ്പെട്ട ബാബ സമ്പൂർണമായും നിർമോഹിയായി, സൂക്ഷ്മവദനവാസിയായി. തബ് ബാബാക്കോ തു അപ്പനെ സമ്പൂർൺ. പക്ഷെ ബാബയ്ക്ക് തൻ്റെ സമ്പൂർണ്ണ സ്ഥിതി വളരെ സ്പഷ്ടമായിരുന്നു. ഓർ മേരി സമഷ്മേ, പക്ഷേ എൻ്റെ വിവേകം പിന്നീടാണ് പ്രവർത്തിച്ചത്. ബാബ എന്നോട് ആ ചോദ്യം ചോദിച്ചത് വളരെ മനഃപൂർവ്വമായിരുന്നു എന്ന്. ബാക്കി നമുക്ക് നാളെ കേൾക്കാം. ഓം ശാന്തി. किसका नहीं तू प्यारा, सबका तू ही सहारा. किसका नहीं तू प्यारा, सबका तू ही सहारा. परमात्मा तुम ही हो, परमात्मा शिव नाम है तुम्हारा. किसका नहीं तू प्यारा, सबका तू ही सहारा. सारे अगम निगम के हैं छट गए कुहासे. अज्ञान और भरम के गीता का ज्ञान सूरज आबू से है निहारा. किसका नहीं तू प्यारा, सबका तू ही सहारा. एक पल की याद